അടിച്ചു കൊന്നാലും കുഴപ്പമില്ല. നമ്മേറ്റ ഒരു സാമീനെ പിടിക്കും. അതിന് നമ്മ നിക്കറ്. എന്താ മടുത്തിന എനിക്ക് ഈ തടി സ്വാമീൻ്റെ ചോറ് അവത്തെ ശ്വാസം അതാർക്ക് വേണി കൊടുക്കും ഞാൻ. സ്വാമി രക്ഷിക്ക്. പങ്ക് പോയാ വെട്ടിപ്പാട്ട്. പങ്ക് പോയാ വെട്ടിപ്പാട്ട്. കരുണേട്ടാ ഈനിങ്ങനെ ഒന്ന് പിടികിടാക്കില്ല ഈ ഷർഫിനെ. എൻ്റെ കാര്യം വിട്ടളാ. ജീവിക്കാനാണെങ്കിലും ചാവാനാണെങ്കിലും എന്താ കരുണേട്ടാ പറയാ ഒക്കെ ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാസർഗോഡെ കൊണ്ടുപോകും. ഹാജിയാർ ചീത്തയും വിളി ഹായ് സൂണും കേൾക്കാൻ വയ്യേട്ട കരുണേട്ടാ. അങ്ങോട്ട് കയറിയുന്നു. In view of the circumstances relating to the case and offences charged against the accused, I am of the view that in such a situation, bail cannot be granted to the accused. The prosecution also strongly opposed the bail application. Hence, the bail application is dismissed and the accused are remanded to the sub-jail. The case is adjourned on 10/12/2016. നമ്മളെ ജാഗയിലുണ്ടായിപ്പോയി. സ്വാമി കാല് വെച്ചാൽ ജാഗ സ്വാമിൻ്റെ തന്നെ. ഇടുക്കി മേടിച്ചില്ല വലിക്ക് മേടിക്കാൻ വയ്യുണ്ടാക്കാൻ. ആ മുത്തുബായ് കുത്തുകൊള്ളു കുത്തുകൊള്ളു. കുത്തിക്കൊല്ലാനോ? കുഞ്ഞിക്ക് തിരിഞ്ഞിട്ടില്ല. കുത്തിരിക്കാൻ. സിറ്റ് ഡൗൺ. നിനക്കുള്ളതും കൂടെ ഓർഡർ ചെയ്യട്ടെ? ഓർഡറാക്ക് ഓർഡറാക്ക്. അതെ എന്താ ചേട്ടാ? ഔകു ആ സ്വാമി പറയും. ഇന്നലെ നമ്മ ഒന്നിച്ചൊരു ഏർപ്പാട് റെഡിയാക്കാൻ നോക്കിനി. തലയിൽ ഭരിച്ചിട്ടില്ലാത്തോണ്ട് അത് റെഡിയായില്ല. കുഞ്ഞിക്ക് എന്തോ പൈസന്റെ അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞിനി. പെട്രോൾ പമ്പിലെ കളക്ഷൻ ടോട്ടാക്കിയ 3 പേരൊന്ന് വിചാരിക്കുക. വേണ്ട, 5 വെക്ക്. അത്രയും പൈസ കുഞ്ഞിക്ക് ഞാൻ അങ്ങ് തരും. 5 പറഞ്ഞ വെറും 5 അല്ല, 5 ലക്ഷം കൊടി കൈ ലോട്ടറി അടിച്ചടക്കല്ലേ. അതിപ്പോ എന്തിനാണ് എനിക്ക് ചുമ്മാ തരുന്നത്? വണ്ണല്ല, പയരായിട്ട് കുഞ്ഞിന്റെ കൈമിലുള്ള തോക്ക്. ആ തോക്ക് നമുക്ക് ഇങ്ങ് തരണം. ഇത്രയല്ലോ. ആ പഴയ തോക്ക് കൊടുത്തിട്ട് 5 ലക്ഷത്തിന് പുതിയ നോട്ട് ബാങ്ക് കുഞ്ഞി. ഇതൊക്കെ ഒരാൾ പറഞ്ഞിട്ട് വേണോ? ഐസ്ക്രീം വന്ന് കൊടുക്കേ. കഴിക്ക് പള്ള പൊട്ടുന്നേരം കഴിക്ക്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കച്ചവടാക്കാം. അതന്നെ, ഉസാർക്ക് മുന്തിരിങ്ങ മധുരെല്ലാം കഴിച്ചിട്ട് ബയറ് കുറച്ച് നല്ലോണം നിറയട്ട്. കൈ ഒരു മിനിറ്റ്. ഫ്രണ്ട്സുമാരോട് ഡിസ്കസ് ആക്കാൻ പോകുന്നല്ലേ? നടക്കട്ടെ. ഡിസ്കസ് ആക്കി ഓർക്കൊന്നും ഷെയർ കൊടുക്കാൻ നിൽക്കറ്. ഇതിപ്പോ നമ്മളെ മുതൽ നമ്മ തന്നെ പൈസ കൊടുത്ത് മാങ്ങന്റെ ഗതികേടായല്ലോ. ഹലാക്കിന്റെ അവലും കഞ്ഞു പണ്ടാറും ഔക്കു പൊടിക്കുഞ്ഞോളെ കൈമെന്നൊരു സാധനം മേങ്ങിച്ചെടുക്കണമെങ്കിൽ ക്ഷമന്റെ ATM പടിമ നിൽക്കേണ്ടി വരും. കരഞ്ഞിട്ട് ആയിട്ടിങ് ആളെ കൂട്ടാൻ നിൽക്കറ്. സൂത്രത്തിൽ കൈമലാക്കണം. എന്തത്ര ആലോചിക്കാൻ? നീ ആ കാശങ്ങ് വാങ്ങിച്ചിട്ട് സാധനം കൊടുത്തേക്കടാ. അതിന് കയ്യിൽ വെക്കണ്ട മുത്തു. കാശ് കിട്ടിയില്ലെങ്കിലും അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. എടി കാശ് തരാന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ കാശ് കിട്ടിയില്ലെങ്കിലും പറഞ്ഞേ? എടാ അതൊരു ഇങ്ങോട്ട് നോക്കി. 5 ലക്ഷം രൂപയാണ്. നീ അങ്ങ് സമ്മതിച്ചേക്ക്. ഇല്ല അത് ശരിയാവില്ല. എന്ന് ശരിയാവില്ലെന്ന്? എടാ നിനക്കെന്തിനാണ് അത്? പോലീസ് അങ്ങനെ പിടിച്ചാൽ നീ പെടൂട്ടാ. നമ്മളൊന്നും ഉണ്ടാവില്ല. വേണ്ട മുത്തു, അതങ്ങ് കൊടുത്തേക്ക്. പോയി സംസാരിക്കേ. ചെല്ലു. ഇല്ല ചേട്ടാ, ഞാനത് തരില്ല. അതെന്റെ കയ്യിലില്ലെങ്കിൽ അയാൾ വീണ്ടും വന്ന് എന്നെ അമ്മയും ദ്രോഹിക്കും. ആരാ കുഞ്ഞുങ്ങളെ ചൊറയാക്കുന്നേ? ഓൻ ആരാണെങ്കിലും എനിക്ക് കാണിച്ചതാ. ഓന്റെ പൊളപ്പ് ഞാൻ തീർത്തരാം. നോക്ക്,
അയക്കൂർ അരിമ്പോൾ അരിഞ്ഞിട്ട് പുറം കണ്ടിൽ സ്ട്രാവിന് ചോറാവുവാൻ. അന്നെ ഇല്ല ചേട്ടാ, അതിന് എന്നോട് ചോദിക്കരുത്, ഞാൻ തരില്ല. ഏ കുലി നിക്ക്. ഒരു ചെവിത്തോണ്ടി കണക്കത്തെ ചെക്കൻ്റെ കൈവിലുള്ള സമയം നമുക്കണിഞ്ഞ് എന്താക്കാന് തല്ലാൻ കയ്യിലല്ലോ. അവക്കൂ ഒരു ബൈക്ക് ചെയ്യുമ്പോൾ നമ്മ അരക്ക് വെക്കുന്ന തോക്കല്ല ഇപ്പോൾ ഓൻ്റെ കൈമല്ല തോക്ക്. നമ്മക്കതൊരു മജ. ഓനത് വലിയ സേഫ്. ഓനും എൻ്റെ അമ്മ ഇപ്പോൾ ഉറങ്ങുന്നേ എണീക്കുന്നേയും അതിൻ്റെ ബലത്തിലാ. ഞമ്മക്ക് ഓനും എൻ്റെ അമ്മനും കാസർഗോട്ടോട്ടായിട്ട് നല്ലോണം നോക്ക സമയം ഓൻ എവിടെ വിട്ടാൽ ഞമ്മ കണിഞ്ഞറു. കാല് പൊളിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുന്ന എൻ്റെ ചെക്കൻ മനസ്സിൽ പാഞ്ഞു വരും ഓനെ കാണുമ്പോൾ. അവക്കൂ ഓൻ്റെ മുഖത്ത് നോക്കി ഒന്ന് കണ്ണുരുട്ടാൻ പോലും കഴിയുന്നില്ല. അള്ളൻ്റെ റബ്ബേ, ഇതിപ്പോ ചങ്കില് മുള്ളണി എനിക്ക് ആയല്ലോ പഠിച്ചോനെ.